ഈ വീഡിയോയില് നമ്മുടെ ടൂറിനെ പറ്റി എല്ലാരും അഭിപ്രായം പറയുന്ന അല്ലെങ്കിൽ റിവ്യൂ പറയുന്ന വീഡിയോ ആണ്. അപ്പോൾ കണ്ടോളൂ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാം ചെയ്യുക. ഇത് മൊത്തം ഈ വണ്ടി മൊത്തം നമ്മള് ടൂറിന്റെ ലാസ്റ്റ് ദിവസം വീട്ടിലോട്ട് പോവുകയാണ്. സൗണ്ട് ഇല്ല. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ പറയാനായിട്ട് എല്ലാരും പറയേണ്ട ഒരു കാര്യം റിവ്യൂ പറയണം. എനിക്ക് ടൂറ് നല്ല ഇഷ്ടപ്പെട്ടു. മാറിയിട്ടില്ല കഴുത്തുവേദന പള്ളിയിൽ കൂടെ ചേർക്കണം. ടൂറ് നന്നായിരുന്നു കേട്ടോ. നമ്മൾ ഈ സീറ്റിലെ കയറി നിന്ന് ഞങ്ങൾ കഴിഞ്ഞ ഡിഗ്രിയിൽ നിന്ന് പോയപ്പോൾ സീറ്റിൽ നിന്ന് കയറി നിന്ന് കളിച്ചപ്പോഴൊക്കെ ഡ്രൈവർക്ക് വഴക്ക് പറഞ്ഞായിരുന്നു. പക്ഷേ ഇതിലെ ഡ്രൈവർ അങ്ങനെ വഴക്ക് ഞങ്ങൾ ആദ്യം പ്രതീക്ഷ വഴക്ക് പറയുമെന്ന് ഞാൻ തിരിഞ്ഞൊക്കെയാണ് കളിച്ചത്. എല്ലാ ഡ്രൈവറും കല്യാണം കഴിഞ്ഞ് ചേട്ടനെ പിരിഞ്ഞ വിഷമം അതൊന്നുമില്ലേ. എനിക്ക് നന്നായിട്ടുണ്ടായിരുന്നു. നല്ല ടൂറായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. ടൂറ് കൊള്ളായിരുന്നു. എല്ലാവർക്കും കൊള്ളായിരുന്നു. അടിപൊളിയായിരുന്നു. റൂമൊക്കെ കൊള്ളായിരുന്നു. ഷൂ പോയി സുദിനെ വാങ്ങിച്ചെന്നാട്ടാ പുതിയ ചെരുപ്പ്. കൊറേ പ്രാവശ്യം ടൂറിന്റെ കാര്യം പറഞ്ഞപ്പോ എല്ലാരും മുണ്ടി അടിച്ചിരിക്കായിരുന്നു. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം മാത്രം ടൂറിൽ ഇത്തിരി ആവേശത്തോടെ വന്നു. ബാക്കി എല്ലാരും വരണില്ല എന്ന് പറഞ്ഞു നിന്നിട്ട് അവസാനം ടൂറ് കഴിഞ്ഞു എന്ന് വിശ്വസിക്കാൻ പറ്റണില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. പിന്നെ ടൂറ് കൊള്ളായിരുന്നു. എക്സ്പെക്ടേഷനെ കാട്ടി അടിപൊളിയായിരുന്നു. എന്തോ പറയാ, എല്ലാവരും നല്ല നൈസായിരുന്നു. ടീച്ചറിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ പേടിച്ചാണ് ഇരുന്നത്. ടീച്ചർ നല്ല സ്ട്രിക്റ്റ് ആയിരിക്കും, ഒരിടവും വിടൂല. പക്ഷെ ടീച്ചർ നൈസായിരുന്നു. ടീച്ചറും മോളും സെറ്റായിരുന്നു. പിന്നെ സാറ് നമ്മൾ എന്ത് ചെയ്യുമോ അതിന്റെ കൂടെ ഉണ്ട് സാറ്. പിന്നെ എന്തോ ഇന്നലെ നൈറ്റ് നല്ല സെറ്റായിരുന്നു. പിന്നെ മെനിഞ്ഞാന്ന് ഇന്നലത്തെ സ്റ്റേയും കൊള്ളായിരുന്നു. മെനിഞ്ഞാന്ന് കുഴപ്പമില്ല. നമ്മളെല്ലാവരും കൂടെ ചില്ലായിട്ട് റൂമിനകത്ത്. ഫസ്റ്റ് ഡേ കുളിക്കുമ്പോൾ അത് ജീപ്പൊക്കെ നല്ല സെറ്റായിരുന്നു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ ഒരാൾ നല്ല ഇതായിരുന്നു ടൂർ. വരാത്തവരൊക്കെ നല്ല ഉറപ്പായിട്ട് മിസ് ചെയ്യുന്ന ഒന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ടൂർ പോകുന്നത്. പക്ഷെ സൂപ്പറായിരുന്നു. ഞാൻ എൻജോയ് ചെയ്തു. ടൂറ് മൊത്തത്തില് കൊള്ളായിരുന്നു. ഒരു 100 പ്രാവശ്യം ഞാൻ വരണോ വേണ്ടേ എന്ന് ചിന്തിച്ച് ലാസ്റ്റ് പിന്നെ വരാമെന്ന് വിചാരിച്ച് വന്ന ടൂറ് മിസ്സാക്കിയിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഇനിയിപ്പോൾ ഹെൽത്ത് ഇഷ്യൂ ആണെങ്കിലും പോയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് നമുക്കത് റിക്കവറി ആയി എടുക്കാൻ പറ്റുന്നതല്ലേ ഉള്ളൂ. എന്തായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞപ്പോൾ വീട്ടിൽ വന്നാൽ പൊക്കോ. എനിക്ക് പോകണമെങ്കിൽ പോകാൻ വേണ്ടിയിട്ട് വേണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റിനായിരുന്നു പോകാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞിട്ട് പോവാമെന്ന് ഞാൻ ഇവിടെ പേര് പറഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഞാൻ ചിന്തിച്ചു പോകണോ. അതിന് 2 ദിവസത്തിന് മുമ്പ് എനിക്ക് ചെറുതായിട്ട് ഇങ്ങനെ ബോഡി പെയിൻ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു പോകണോ. അപ്പോൾ പറഞ്ഞ് ക്യാൻസലാക്കാം, പൈസയൊന്നും കൊടുത്തില്ലല്ലോ, നീ വയ്യാന്ന് എന്ന് പറഞ്ഞു. അവന് വേണ്ട, ഞാൻ ഏതായാലും പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് വന്നത്. അതിൻ്റെ ലാസ്റ്റ് 2 ദിവസം കൊണ്ടാണ് ഞാൻ മൊത്തം ഓക്കെ പോവാമെന്ന് പറഞ്ഞ് ഉറപ്പിച്ച് ഫുള്ള് സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് എല്ലാം സെറ്റാക്കി. അതുവരെ ഞാൻ മടിച്ച് നിന്നു. പിന്നെ വന്നത് നന്നായി. ഒരുപാട് എക്സ്പീരിയൻസ് കിട്ടി, ഒരുപാട് മെമ്മറീസ് കിട്ടി. കൊള്ളായിരുന്നു.
ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മളെല്ലാവരെയും കാര്യങ്ങളൊക്കെ സംസാരിച്ചതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. പിന്നെ ടീച്ചറിനും സാറിനും നമ്മളെ സഹിച്ചതിനും വേണ്ടി ടൂറ് നമ്മൾ എന്തായാലും കോളേജ് ലൈഫിൽ ടൂറുണ്ട്. അപ്പോൾ നമ്മൾ അത് എത്രത്തോളം സ്പെഷ്യൽ ആക്കാം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറേ ടൈം ഇങ്ങനെ ആലോചിച്ചിട്ടാണ് എല്ലാവരും ഇൻക്ലൂഡ് ചെയ്തിട്ട് ടൂർ കൊണ്ടുപോവുക. അങ്ങനെ ഒരു മൈൻഡ് സെറ്റിൽ ഇരുന്നത്. അപ്പം ആദ്യം കുറേ പേര് വരണം എന്ന് പറയുന്നത് കുറേ പേര് വരണം, പക്ഷേ ലാസ്റ്റ് എല്ലാവരും വന്നു. അതാണ് ഏറ്റവും വലിയ കാര്യം എന്ന് പറയുമ്പോൾ. പിന്നെ ടൂറെന്ന് പറയുമ്പം നമ്മൾ ഡിഗ്രി ലൈഫിൽ പോയ പോലെയല്ല PG ലൈഫിൽ പോകുന്നത്. പക്ഷേ PG ക്ലാസ്സും ഡിഗ്രി ക്ലാസ് പോലെയല്ല, വൈബാണ് എന്ന് പറയുമ്പം എല്ലാവരും കട്ടക്ക് നിൽക്കും. എന്ന് വെച്ചാൽ എന്ത് കാര്യം വന്നാലും ഇപ്പം ഡാൻസ് കളിക്കാൻ അതെല്ലാവരും ഇറങ്ങുന്നുണ്ട്. പിന്നെ നൈറ്റ് സ്റ്റേ ഒക്കെ പൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലെ 9 മണിക്ക് ഇറങ്ങണം, ഞാൻ ഇവിടെ 12 മണിക്ക് ഇങ്ങനെ കണ്ണു തുറന്നിരിക്കുന്ന അവസ്ഥ അങ്ങനെയായിരുന്നു. പിന്നെ വന്നിട്ട് എല്ലാവരും ഭയങ്കര വൈബാണ്. എന്ന് വെച്ചാൽ ആരും നിൽക്കാതെ ഒന്നും ഇരിക്കില്ല. ഷോപ്പിംഗ് ആവട്ടെ എന്താവട്ടെ എല്ലാത്തിനും ഭയങ്കര ഇതാണ്. ഓവറോൾ നല്ലൊരു ടൂറായിരുന്നു. ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്ത ഒരു ടൂറായിരുന്നു PG ടൂറ്. ഫസ്റ്റ് ഈ ടൂറിന് വരണമെന്ന് ഞാനായിരുന്നു ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചതും ലാസ്റ്റ് വരൂല എന്ന് ഞാൻ തന്നെയാണ് പറഞ്ഞത്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഈ ഗ്രാൻസിന്റെ സഹായത്തോടു കൂടി ടൂർ വരാൻ സാധിച്ചു. പിന്നെ ക്യാമ്പ് ഫയർ എല്ലാം അടിപൊളിയായിരുന്നു. പ്രതീക്ഷിച്ചതിനെയും കാട്ടി നല്ലതായിരുന്നു. ടൂറ് കൊള്ളായിരുന്നു. നമ്മള് മ്യൂസിക്കാരായിട്ട് മിക്സായി പോയിരുന്ന ടൂറാണ്. ലാസ്റ്റ് നമ്മൾ മാത്രമായിട്ട് ഒന്നിച്ച് വന്നു. ലാസ്റ്റിലെ ബാക്കി 4 പേരോട് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ നമ്മൾ മ്യൂസിക്കാരായിരുന്നു. പിന്നെ സ്റ്റേ എല്ലാം കൊള്ളായിരുന്നു. അതിൽ ചേട്ടനൊക്കെ ഭയങ്കര സപ്പോർട്ടും നല്ല ഫ്രണ്ട്ലി ആയിട്ടൊക്കെ ആയിരുന്നു. ഡ്രൈവർ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ടീച്ചറിന് നല്ല പാടായിട്ട് വരുമെന്നാണ് വിചാരിച്ചത് ഫിസിക്കലി. പക്ഷെ ടീച്ചർ വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. ടീച്ചറിന്റെ മോൾക്ക് ഒട്ടും കുഴപ്പമില്ല. അവളാണ് എല്ലാ മലയും നമ്മളെ കൊണ്ട് കയറിയത്. പ്രസാദ് സാറിന് വേറെ കുഴപ്പമൊന്നുമില്ല. സാറ് നമ്മൾ കയറുമ്പോൾ സാറും എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. ഫാത്തിമ പറ. എൻ്റെ അഭിപ്രായം യുജിയിൽ പോയത് വേറെ, PGയിൽ പോയത് വേറെ. രണ്ട് പെർസ്പെക്റ്റീവ് എടുത്തിട്ട് വേറെ ടൈപ്പാണ്. പിന്നെ PGയിൽ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ PGയിൽ പഠിക്കുന്ന കുറേ ബുദ്ധിയുള്ള ടീമിലാണ് പഠിക്കുന്ന മാത്രം ഫോക്കസ്. അപ്പോൾ അതിൽ ഇപ്പോൾ PGക്കാരനെ നമ്മൾ നല്ല വൈബ് അടിച്ച് നല്ല ഇതായിട്ട് പോയി എന്നെനിക്ക് തോന്നുന്നു. പിന്നെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ എല്ലാവരും പറയുന്ന പോലെ കൊള്ളായിരുന്നു. റൂമും കാര്യങ്ങളും കുളുക്കുമലവും എൻ്റെ ഫേവറേറ്റ് ബക്കറ്റ് ലിസ്റ്റിലുണ്ടായിരുന്ന സ്ഥലമായിരുന്നു അത്. അവിടെ ബക്കറ്റ് വിഷ് ലിസ്റ്റ്. പിന്നെ അതെനിക്ക് ഫുൾഫിൽ ചെയ്യാൻ പറ്റി. ഞാൻ അവിടെ പോയി അതൊക്കെ ഇഷ്ടപ്പെട്ടു. പിന്നെ 2ാമത്തെ ദിവസം എൻ്റെ വായിൽ ചെരുപ്പ് ചവിട്ടി പൊട്ടിച്ച് എൻ്റെ ചെരുപ്പ് ചെരുപ്പ് വാങ്ങിച്ച് എന്ന് വാങ്ങി എടുത്ത് പറയാൻ പറഞ്ഞു. വീണ്ടും പേര് കെട്ടിൽ വീണ്ടും വാങ്ങിന്ന് പറയാൻ പറഞ്ഞു. പിന്നെ വേറെ ഇന്നലത്തെ എനിക്ക് ഒട്ടും മറക്കാൻ പറ്റില്ല. ഭയങ്കര അമല് അതെ പിന്നെ പറഞ്ഞുതരാൻ പറ്റില്ല. ഇന്നത്തെ എക്സ്പീരിയൻസ് ടീച്ചർമാരാണെങ്കിലും രണ്ടുപേരും നമുക്കൊപ്പം നമ്മൾ എന്ത് പറയുന്ന കൂടെ വേറൊരു പ്രശ്നം നമുക്ക് സപ്പോർട്ട് ചെയ്ത് നല്ല ഫ്രണ്ട്ലി ആയിട്ട് നിന്നു. സാർ ഇന്നലെ എങ്ങനെയൊക്കെ ഇരുന്ന് ഉരുവി നമ്മളെ കാര്യങ്ങളും കഥകളും പിന്നെ അത്യാവശ്യം തന്നെ നല്ല മെമ്മറീസിനും കിട്ടി. ഒരുപാട് മറക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ കിട്ടി. നമ്മുടെ ലൈഫിലെ എൻ്റെ ലൈഫിൽ അവസാന ബാച്ചിലർ ട്രിപ്പാണിത്. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാനൊക്കെ പറ്റി. പിന്നെ ചേട്ടൻ കിളിയണ്ണൻ പിന്നെ വേറെ ഒന്നുമില്ല. കുറേ ടൂർ പോയിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാത്തിനും വ്യത്യസ്തമായിട്ട് തോന്നിയ ടൂറ് ഇവരുടെ ഒന്നാണ്. ഞാൻ ആദ്യം വിചാരിച്ചത് തുഷാർ ടീച്ചർ വന്നില്ലെന്ന് പറഞ്ഞു. കാരണം ടീച്ചറിനാണ് ഫിസിക്കലി നോക്കിയത്
ടീച്ചറിന് വേദന കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ ടീച്ചറിനെക്കാളും ടീച്ചറിന്റെ സ്റ്റുഡൻസിനാണ് ഇതാണ് മനസ്സിലായത്. ടീച്ചർ ചില്ലായിട്ട് ഒരു കുഴപ്പമില്ല. ടീച്ചർ അമൃതാനന്ദ കുപ്പിയുടെ പോലെ ഞാൻ കണ്ടില്ല. ഇവിടെ വേറെ തടവില് ഒഴിച്ചിലൊക്കെ ആയിരുന്നു. ഞാൻ ടീച്ചറിനത് പറഞ്ഞാണ്, ടീച്ചർ വൈകി ടീച്ചർ റിസ്ക് എടുക്കണ്ട, ചിലപ്പോൾ കുളുക്കുമലയൊക്കെ നല്ല ട്രക്കിംഗ് ആണ്, അതുകൊണ്ടാണ് പിടിച്ചത്. പക്ഷെ ടീച്ചറിന് ഒരു കുഴപ്പമില്ല. ടീച്ചർ ജില്ലാണ്. ടീച്ചറിന്റെ മോൾ അതിനേക്കാളും ജില്ലായിട്ടുണ്ട്. പിന്നെ പ്രസാദ് സാറ് എങ്ങനെ പറയാ, ഞാൻ സാറിന്റെ റൂമിലായിരുന്നു 2 ദിവസം ഫ്രഷ് ആകാൻ പോയത്. ഞാൻ ഡോറ് തുറന്നു സാറിന്റെ റൂമിനകത്ത് തൈലത്തിന്റെ മണങ്ങൾ മാത്രമേ അടിക്കുന്നു. മാത്രം ഞാൻ കണ്ടു. അപ്പോഴേ മനസ്സിലായി സാറിന്റെ കാലൊക്കെ നല്ല ഇതായിരുന്നു. എങ്കിലും സാർ എല്ലാത്തിനും കൂടെ നിന്ന് നമ്മളെ സാറിന്റെ നല്ല രീതിയിൽ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതിന് വൈബായി പോയി. ആദ്യം വിചാരിച്ചത് തുഷാർ ടീച്ചർ സെമിനാറൊക്കെ എടുക്കണം, അല്ലെങ്കിൽ സ്ട്രിക്റ്റായിരിക്കും, ഇറങ്ങരുത്, നിൽക്കണം, അങ്ങനെയൊക്കെ പറയുന്നത്. പക്ഷെ അതൊന്നുമില്ല. ടീച്ചർ സൂപ്പറായിട്ട് നമ്മളെ കൂടെ നിന്നില്ല. പിന്നെ എടുത്തു പറയാനുള്ള PG ടൂർ ഒരു വ്യത്യസ്ത ടൂറാണ്. എങ്ങനെ പറയാം, കുടുംബശ്രീയാണ്, ഒരു പ്രത്യേക മലക്കറി കടയാണ്. ഇത് എന്താണ് ബസ്സിൻ്റെ PG ടൂർ എന്ന് വെച്ചാൽ വേറെ ഒരു ഇതായിരുന്നു. PG ടൂർ അതെല്ലാം അറിയാമല്ലോ. പിന്നെ കുറേ യാത്ര ചെയ്തിട്ടുണ്ട്. അതിൽ വ്യത്യസ്തമായിട്ട് നല്ല പിള്ളേരുടെ നല്ല മെമ്മറീസ് ഒക്കെ കിട്ടി. എല്ലാവരുമായിട്ട് സംസാരിക്കാൻ കാര്യമില്ല. പിന്നെ ഡ്രൈവറായിട്ട് മാത്രം സംസാരിക്കുന്നത് അങ്ങനെ ഇറങ്ങണം സംസാരിക്കും. വേറെ എല്ലാവരും സംസാരിച്ചു. പിന്നെ സ്റ്റേ ഒക്കെ ഫുള്ളായിരുന്നു, നല്ല സ്റ്റേ ആയിരുന്നു. പിന്നെ ഇന്നലെ രാത്രിയായപ്പോൾ അത്യാവശ്യം എല്ലാവർക്കും കൈവേദനയും കൊടുക്ക് വേദനയും ഇല്ല വന്നു. കാരണം ആ ട്രക്കിങ് കാരണമാണ്. അതുകൊണ്ട് നമ്മളെ പേട്ടയൊക്കെ നേരത്തെ പോയി കിടന്നു. പേട്ട ഒരു സൈഡ് ചരിഞ്ഞാണ് പോയത്. ഞാൻ ശ്രദ്ധിച്ചു. സുബിന മറ്റേ സൈഡ് സുബിന തോളിലിട്ട് കൊണ്ടുപോകണൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഡാൻസ് പഠിക്കാനുള്ള കൊച്ചു സുബിനയാണ്. കാരണം സുബിനെ ഡിഗ്രിക്ക് പഠിച്ചപ്പോൾ എനിക്കറിയാം സുബിന എങ്ങനത്തെ പിച്ചായിരുന്നു. ഒരു കല്യാണം കഴിഞ്ഞപ്പോൾ സുബിനെ കുറച്ചൊക്കെ ഒന്ന് ഒതുങ്ങി. അല്ലെങ്കിൽ സുബിന ഇങ്ങനെ അല്ലേ. സുബിന എന്ന് പറഞ്ഞാൽ ഈ ബസ് എടുത്ത് തലവത്തിന് നിർത്താനുള്ള കഴിവാണ്. കാരണങ്ങളാണ് സുബിനായിരുന്നു. പിന്നെ വേറെ പാവം ഇവിടെ ഞാൻ പിന്നെ പാവമാണ് കുറേ കഷ്ടപ്പെട്ട് ഒക്കെ ചെയ്തു. സൈക്ലിങ് ഞാനാണ് കുറേ കൊണ്ട് ഇത് കുറച്ച് പേടിപ്പിച്ചെങ്കിൽ ഞാൻ തല്ലാൻ പറ്റില്ല. കൊണ്ട് സേഫായിട്ട് എത്തിച്ചു കൊടുത്ത് പിന്നെ വലിയ സ്ഥാനത്ത് നോക്കി നടന്ന് ഞങ്ങൾ അതിലുണ്ടായിരുന്നു. അതുകൊണ്ട് എന്തായാലും അത് വള്ളി വിളിക്കാൻ നാട്ടിൽ 5 വള്ളി വേറെ, 2 വള്ളി വേറെ എല്ലാം പിടിച്ചിട്ടിട്ടുണ്ട്. പിന്നെ എല്ലാം സൂപ്പറായിരുന്നു. എല്ലാവരും ഒരുമിച്ച് എല്ലാത്തിനും ചേച്ചി കഴിഞ്ഞാലും എല്ലാം നല്ല ലൈവായിട്ട് നല്ല ടൂറായിരുന്നു. ടൂറിനെ പറ്റി പറയുമ്പോൾ വായിക്കാത്ത സംസാരിക്കണം. ആദ്യം നമ്മൾ സ്വന്തം ക്ലാസ് ആയിട്ട് പോകാൻ വേണ്ടി ക്ലാസ്സിൽ ടൂറിനെ പറ്റി സംസാരിച്ചു ആദ്യം. അപ്പോൾ ഫസ്റ്റ് ആദ്യത്തെ ദിവസം എല്ലാവരും ഓക്കെ പോവാം, ക്ലാസ് ആയിട്ട് പോവാം എന്നൊക്കെ പറഞ്ഞു. 2 ദിവസം കഴിഞ്ഞപ്പോൾ പറയുന്നത് പാതി കൂടുതൽ വരില്ല. അപ്പം യുജിക്കാരോടെ പോകാൻ തീരുമാനിച്ചു. അപ്പം അത് നമ്മളെ PGക്കാരെ സംബന്ധിച്ചിടത്തോളം ശരിയാവൂല എന്നൊരിതുണ്ട്. വീണ്ടും ക്ലാസ്സിൽ കയറി സംസാരിച്ച് നിങ്ങൾ കൺഫേം ആയിട്ട് പറയുക, നമുക്ക് തീരുമാനം എടുക്കാൻ വേണ്ടിയാണ്. അപ്പോഴും കുറച്ച് പേര് ഓക്കെ എങ്കിൽ നമുക്ക് PG മാത്രമായിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് അതിൻ്റെ ഇടയിൽ വീണ്ടും കുറെ പേര് തൊഴിഞ്ഞു. ലാസ്റ്റ് പിന്നെ ഓരോരുത്തരെ കൺവിൻസ് ചെയ്യേണ്ട ചുമതലയായിരുന്നു. അത് ഏറ്റവും കൂടുതൽ നന്നായിട്ട് ചെയ്ത് ഗ്രീഷ്മ എന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. കാരണം ഓരോരുത്തരടുത്തും പോയി സംസാരിച്ച് മാക്സിമം അവളെ കൊണ്ടാവുന്ന കൺവിൻസ് ചെയ്ത് ഇപ്പൊ നമ്മൾ മാത്രമായിട്ട് ടൂർ പോകാൻ്റെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കി ഗ്രീഷ്മ എന്നാണ്. അതുപോലെ ടൂറിന്റെ ബാക്കി കാര്യം, അതായത് നമ്മളിപ്പം പാക്കേജ് ആയാലും ബാക്കിയെല്ലാം സംസാരിച്ചിട്ട് ലാസ്റ്റ് ടൂട്ടർ എന്ന നിലയിൽ ടീച്ചർ നല്ല സപ്പോർട്ടായിരുന്നു. കാരണം ബാക്കി യൂണിവേഴ്സിറ്റിയിൽ ഇത് അപ്ലൈ ചെയ്യാനായാലും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ടീച്ചർ ഭംഗിയായിട്ട് ചെയ്തു. ടീച്ചറിന് സാറിനെ പറ്റി പറയാൻ രണ്ടുപേർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എന്നിട്ട് നമ്മളെ കൂടെ ടൂർ വരാൻ ഏറ്റു. കാരണം ബാക്കി ഇപ്പം UGയിലൂടെ പോകാൻ പറഞ്ഞപ്പോഴും ദിവസം കൂടുതലായിട്ട് ടീച്ചർമാരെ പോകില്ലെന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മളെ കൂടെ മാത്രം വരാൻ വേണ്ടി ടീച്ചർ നമ്മളെ കൂടെ വന്നാൽ നല്ല ഇഷ്ടമായിരുന്നു. അങ്ങനെ ടീച്ചർ വന്ന് സാറിന് താല്പര്യമായിരുന്നു. സാറ് വന്ന് ഹെൽത്ത് ഇഷ്യൂസ് നോക്കാതെ അതിന് ടീച്ചറിന് സാറിന് ആദ്യം താങ്ക്സ് പറയുന്നു. പാക്കേജ് പറ്റി പറയുകയാണെങ്കിൽ ഡിഗ്രിക്കും സെയിം പാക്കേജാണ് എടുത്തത്. അതിൽ തന്നെ നേരത്തെ അറിയാം. അന്ന്
പാക്കേജ് സംസാരിക്കാൻ വന്നപ്പോഴും അതിലേക്ക് ഡ്രൈവറായിട്ട് തരണമെന്നാണ് പറഞ്ഞത്. കാരണം നല്ല സപ്പോർട്ടാണ് ചേട്ടാ, എന്ത് കാര്യവും എപ്പോ വേണം പറയാം, എന്ത് കാര്യമായാലും പറയാം. ഇപ്പൊ നമുക്ക് എന്ത് വേണമെങ്കിലും പറയാം. ചേട്ടനെ കഴിയുന്ന രീതിയിൽ നമുക്ക് ചെയ്തു തരും. നമ്മുടെ ഹാപ്പിനെസ് ആണ് ചേട്ടന്റെ സന്തോഷം. അതിന് ഞാൻ ചേട്ടന് ഒരു വലിയ താങ്ക്സ് പറയുന്നത്. ഡ്രൈവറായിട്ട് വലിയ പരിചയമില്ല. ഇന്ന് കുറച്ച് ഫ്രണ്ട് സംസാരിച്ചു. ചേട്ടനും ആളും നൈസാണ്. നമ്മളെ ഇപ്പം സുരക്ഷിതമായിട്ട് ചേട്ടൻ നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ടെത്തിക്കുന്നു. ചേട്ടൻ റെസ്റ്റ്, അതായത് ഉറക്കൊഴിച്ചാണ് നമ്മൾ ഓടിക്കുന്നത്. ആ ഉത്തരവാദിത്വം ചേട്ടൻ കറക്റ്റായിട്ട് ചെയ്യുന്നുണ്ട്. അത് ചേട്ടനും ഒരു താങ്ക്സ്. ഇത് വേറെ സ്റ്റേ ഒക്കെ പറ്റി പറയുകയാണെങ്കിൽ ഫസ്റ്റ് എമൗണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പിള്ളേർ കുറവാണ്. അപ്പൊ നമ്മൾ ഓരോ കാര്യം ചെയ്യുമ്പോൾ അതനുസരിച്ച് ബഡ്ജറ്റ് കൂടും. ഇപ്പം നമ്മൾ മാക്സിമം ഫസ്റ്റ് ബഡ്ജറ്റ് ചവിട്ടി കുറയ്ക്കാനാണ് നോക്കിയത്. ഓരോ കാര്യം ചെയ്യുമ്പോഴും ഇപ്പം ഫസ്റ്റ് ഈ വണ്ടി ആയിരുന്നു ട്രാവലറിൽ പോകാന്ന് പറഞ്ഞ് അപ്പൊ അതൊക്കെ നമുക്ക് കംഫർട്ടബിൾ അല്ലാതെ വണ്ടി മാറ്റി. അപ്പൊ വീണ്ടും എമൗണ്ട് കൂടി. അടുത്ത് അവിടെ പോയി സംസാരിച്ചപ്പോൾ ഇതേപോലെ ഇന്നലെ താമസിച്ച വീടിന്റെ കാര്യം വന്നു. അപ്പം ഞാൻ ബാക്ക് അടിച്ചായിരുന്നു. കാരണം ഫണ്ട് എമൗണ്ട് കൂടും ആ ഒരു മനസ്സിൽ. കാരണം ഓരോരുത്തർക്ക് അവരവരുടെ ബുദ്ധിമുട്ട് അറിയാം. ഞാൻ ബാഗിട്ടപ്പോ വിഷ്ണുവും വായതും കൂടെയാണ് പറഞ്ഞത്. ലാസ്റ്റ് ആൽബിനുണ്ട്. ലാസ്റ്റ് ആൽബിൻ പറഞ്ഞ് എങ്ങനെ 300-400 കൂടെ ഉള്ളൂ, എങ്ങനെയായാലും ആ വീട് എടുക്കാം, അതായിരിക്കും കൊള്ളയിൽ ഏറ്റവും നൈസ് ആയിരിക്കും അവന്മാർ അന്ന് പറഞ്ഞു. ഞാൻ പക്ഷെ എന്നാലും ഞാൻ അന്നും ബാക്ക് അടിച്ചാണ്. ഇന്നലത്തെ ആ ഒരു വീട്ടിലെ സെറ്റപ്പും നമ്മൾ ക്യാമ്പ് ഫയർ ആയാലും പൂളായാലും എല്ലാം നല്ല നൈസായിരുന്നു. ആ കൊള്ളയില് ഗ്രില്ലുണ്ടായിരുന്നു. ഗ്രില്ല് അഡീഷണൽ ചെലവായിരുന്നു. അതേറെ കാര്യം. പക്ഷെ ഏറ്റവും നല്ല സ്റ്റേ ആയിട്ട് തോന്നി 2 സ്റ്റേയില്. അതിന് ഞാൻ മാറി നിന്നിട്ട് ഒരു 3 ഏറ്റവും ആ ഒരു വീട് വേണമെന്ന് പറഞ്ഞ ഇതില് അവർക്കും ഒരു ആദ്യം എന്തിനു അറിയണം തന്നൂടെ, എന്നാലും താങ്ക്സ് പറയണേ ആ വീട് ചൂസ് ചെയ്തതിന്. പിന്നെ ബാക്കി ഫുഡെല്ലാം കൊള്ളായിരുന്നു. ചേട്ടൻ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് ഓരോന്നും. നമ്മൾ കുറെ ഡിലേ ആയിട്ടുണ്ട്. ചേട്ടൻ ഓരോ കറക്റ്റ് സമയത്ത് വരണം എങ്കിലും നമുക്ക് ഓരോ സ്പോട്ട് ഇന്ന് തന്നെ നമ്മൾ കുറെ ഡിലേ ആയി. ഫുഡിന്റെ ഇതായാലും നമ്മൾ കറക്റ്റ് 8:30-9 മണിക്ക് ഫുഡ് വരാനുള്ളായിരുന്നു. നമ്മൾ എത്തിയപ്പോൾ 10 മണി അടുപ്പിച്ചായി. നമ്മൾ കാരണമുള്ള ഡിലേ ആണ്. ആ ഒരു ഇത് നമ്മുടെ ഭാഗത്തുള്ളതാണ്. അത് നമ്മൾ ടൈം മാനേജ്മെന്റ് ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ്. അത് ഇതായിപ്പോയി. ബാക്കി എല്ലാം സംബന്ധിച്ച ഫുള്ള് കൊള്ളായിരുന്നു. വാക്കുകളില്ല. ടൂറിനെ പറ്റി പറയാനാണെങ്കിൽ ടൂറിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ മൊമെന്റ് ആയിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത് പോലും ഇല്ല ഞാൻ ഈ ടൂറിന് വരുമെന്ന്. കാരണം അങ്ങനത്തെ സിറ്റുവേഷൻസ് ആയിരുന്നു. എങ്കിലും ഞാൻ നോ എന്ന് പറഞ്ഞിരുന്നില്ല. ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്യാമെന്ന് തന്നെ പറഞ്ഞിരുന്നത്. പിന്നെ എക്സാം നോട്ടിഫിക്കേഷൻ അത് ഇതെന്ന് പറഞ്ഞ ടൂർ ഇപ്പം നടക്കുമെന്ന് പോലും അറിഞ്ഞൂടാ. എന്നിട്ടും ഇത് കോർഡിനേറ്റ് ചെയ്ത് എല്ലാം ചെയ്ത അസ്കറിനൊരു താങ്ക്സ്. പിന്നെ അടുത്തത് പിന്നെ ടൂർ പാക്കേജിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചേട്ടന്മാരൊക്കെ ഭയങ്കര കെയർ ആണ്. ഇപ്പം എനിക്ക് തന്നെ ഫസ്റ്റ് 2 ദിവസം ഞാൻ ഭയങ്കര വൈബായിരുന്നു. മുതുക്കുമലയിലായാലും സെക്കൻഡ് ഡേ മറയൂറായാലും ആ സ്റ്റേ ആയാലും മറക്കാൻ പറ്റില്ല. അസ്കർ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ആ വീട് വേണ്ടാന്ന് വെച്ചതാണ്. കാരണം എമൗണ്ട് വീണ്ടും കൂടും. അപ്പം വിഷ്ണുവും ആൽബിനൊക്കെയാണ് പറഞ്ഞത് എന്തായാലും നമ്മൾ അതെടുത്താൽ വെർത്തായിരിക്കും. സീരിയസ്ലി അതെടുത്തത് വെർത്തായിരുന്നു. ഞാൻ ഇതുവരെ നൈറ്റിങ്ങനെ ഇതുപോലെ ഇറങ്ങുന്ന എല്ലാവരും കൂടെ സംസാരിച്ചതൊന്നും ഇതുവരെ ഇല്ല. അപ്പം അത് എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ 3 ഡെയിലി ഇന്നാണ് എനിക്ക് വയ്യാതായത്. ഉച്ചയ്ക്ക് ശേഷം ആയപ്പോഴത്തേക്കും ഭയങ്കര തലകറക്കം അങ്ങനെയായിരുന്നു. പിന്നെ ടീച്ചർ മെയിനായിട്ട് നമ്മൾ ടൂർ പോകാൻ നേരത്തെ എടുത്തൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരാൾക്ക് വയ്യാതായാലും ആ ടൂർ അവിടെ വെച്ച് ക്യാൻസൽ ആക്കും. അതുകൊണ്ട് ഞാൻ മിനിമം എങ്ങനെയെങ്കിലും കൺട്രോൾ ചെയ്യാൻ പറ്റുമോ അത്രയൊക്കെ കൺട്രോൾ ചെയ്തിട്ടുണ്ട്. പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ കൊള്ളായിരുന്നു. പിന്നെ ഓവറാൾ എല്ലാവർക്കും താങ്ക്സ്. പ്രത്യേകിച്ച് ചേട്ടനെ. ഓക്കെ. രണ്ടാമത്തെ വലിയ ടൂറാണിത്. കാരണം ഡിഗ്രി ഒരു ടൂർ പോയി, ബീച്ചിക്ക് ഒരു ടൂർ പോയി. ബീച്ച് ടൂർ നൈസായിരുന്നു. ഇതെനിക്ക് മെയിനായിട്ട് പറയുകയാണെങ്കിൽ 2 ഏട്ടന്മാരെ കിട്ടി. അതിലും അനീഷും നമ്മുടെ കിളിയും ഡ്രൈവറും. എന്താവശ്യം പറഞ്ഞാൽ എപ്പോൾ പറഞ്ഞാലും സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞാലും സെറ്റ് ചെയ്യാം എന്ന് പറയുന്ന 2 ചേട്ടന്മാരെ കിട്ടി. അതുകൊണ്ട് വലിയ സന്തോഷമുണ്ട്. പിന്നെ ടൂറ് അടിപൊളിയായിരുന്നു.
പിന്നെ കുറേ നടക്കേണ്ടി വന്ന്, കുറേ ചവിട്ടേണ്ടി വന്ന്, പിന്നെ സൈക്കിള് ചവിട്ടേണ്ടി വന്നു. പിന്നെ ടൂർ വരാൻ പറ്റിയ സാഹചര്യം ആയിരുന്നില്ല. ഞാൻ പിന്നെ മറ്റേ ടൂറിൽ എല്ലാം പ്ലാൻ ചെയ്തിട്ട് അവസരം വരാത്ത ഒരാളെന്ന രീതിയിലാണ് ഞാൻ എന്നെ കണ്ടത്. പക്ഷെ എനിക്ക് വരാൻ പറ്റി. സന്തോഷമുണ്ട്, ഭയങ്കര സന്തോഷമുണ്ട്. ശരിയെന്നാണ്. ഞാൻ പല തവണ ടൂർ പോയിട്ടുണ്ട്. കുറേ വർഷങ്ങളായിട്ട് സ്ഥിരമായിട്ട് ടൂർ പോയിക്കൊണ്ടിരുന്നതാണ്. അതിനുശേഷം ഒരു 5-6 വർഷം ടൂർ പോകാതെ ഇരുന്നിട്ട് വീണ്ടും അടുത്ത ഒരു സ്റ്റാർട്ടിങ് എന്നുള്ള രീതിയിൽ നല്ലൊരു ടൂർ എൻജോയ് ചെയ്യാൻ പറ്റി. അതും എൻ്റെ ക്ലാസ്സിൽ എൻ്റെ സ്വന്തം പിള്ളേരുടെ കൂടെ പോകാൻ പറ്റിയതിൽ വളരെ 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 സന്തോഷം. തുടക്കത്തിൽ എനിക്ക് കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ടായിരുന്നു. കാരണം ഫിസിക്കലി ഞാൻ അത്ര വെല്ലായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞു ചിലപ്പോൾ ഞാൻ ഒഴിവാകുമെന്ന് പറഞ്ഞിരുന്നു. അവസാനം പിന്നെ എനിക്ക് ആരെയും കൊണ്ടുവരാൻ എനിക്ക് പകരം ആരെയും ചേർക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ വന്നതാണ്. പ്രതീക്ഷിച്ച അത്രയും പ്രശ്നം ഉണ്ടായില്ല. പിന്നെ ഞാൻ മെഡിസിൻ ഒന്നും ഉപയോഗിച്ചില്ല എന്ന് പറഞ്ഞു. ഞാൻ ഉപയോഗിച്ചു. മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടാണ് ഞാൻ ഈ 3 ദിവസം ഞാൻ ഇങ്ങനെ നിൽക്കുന്നത്. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു. എന്തായാലും ഞാനും നന്നായിട്ട് എൻജോയ് ചെയ്തു. ഞാൻ എൻജോയ് ചെയ്തതിനേക്കാൾ ഉപരി എൻ്റെ കുഞ്ഞൂസ് വളരെയധികം ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തു. എല്ലായിടത്തും ചാടി ഓടി നടന്നു. എനിക്കൊരു പേടിയായിരുന്നു ഞാൻ എങ്ങനെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുന്നുള്ളത്. പക്ഷേ എനിക്ക് ആ ഒരു പ്രശ്നം ഉണ്ടായില്ല. ഈ വന്നതിൽ 16 പേരും സാറ് ഉൾപ്പെടെ എല്ലാവരും സപ്പോർട്ടീവായിരുന്നു. അവളെ കാര്യത്തിൽ നോക്കാനായിട്ടും അവളെ എടുത്തുകൊണ്ട് നടക്കാനായിട്ടും സ്ഥലങ്ങൾ കാണിക്കാനായിട്ടും കൊണ്ടുവരാനായിട്ടും എല്ലാവരും സപ്പോർട്ടായിരുന്നു. അതുകൊണ്ട് എനിക്കങ്ങനെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. പിന്നെ പാക്കേജിനെ കുറിച്ച് പറയാൻ ജിസാനെ ഞാൻ നേരത്തെ അറിയാം, പരിചയപ്പെട്ടിട്ടുണ്ട്. നേരത്തെ അവർ ട്രാവൽസിൽ പോയിട്ടുണ്ട്. അതൊക്കെ ഒരു വലിയ ട്രാവൽസ് എന്നുള്ള രീതിയിലായിരുന്നു പോയത്. പക്ഷേ ഇപ്പോൾ ഒരു കുഞ്ഞു ഇതിലായിരുന്നു. എന്നാലും പാക്കേജിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. നല്ല പാക്കേജ് തന്നെയായിരുന്നു. ഫുഡായിരുന്നാലും അതേപോലെ തന്നെ അക്കോമഡേഷൻ ആയിരുന്നാലും എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തു. നല്ല ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് നമ്മുടെ 2 പേരും. അത് നല്ലൊരു സന്തോഷം തോന്നുന്നു. നമുക്ക് എപ്പോഴും ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയറിൽ നമുക്ക് നിൽക്കാൻ പറ്റത്തുള്ളൂ. വളരെ സന്തോഷം. പിന്നെ പ്രസാദ് സാറ് നല്ല സപ്പോർട്ടീവായിരുന്നു. സാറ് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, സാറിൻ്റെ എൻ്റെ മോളെ കാര്യം ഞാൻ നോക്കിയാൽ മതി, സാറ് ബാക്കിയുള്ള എല്ലാവരുടെയും കാര്യം സാറ് നോക്കിക്കൊള്ളാമെന്ന് സാറൊരു ഗ്യാരണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വന്നു. അതുകൊണ്ട് വളരെ വളരെ സന്തോഷം. പിന്നെ നിങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ പേഴ്സണാലിറ്റിയാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒരുമിച്ചായിരുന്നു. ക്ലാസ്സിനകത്തുള്ള ആ ഒരു സെപ്പറേഷനോ ബെഞ്ച് വൈസ് സ്നേഹമോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ എല്ലാവരും ഒറ്റ ടീം തന്നെയായിരുന്നു. അതിലും വളരെ 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 സന്തോഷം. എന്നും ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു ടൂർ ട്രിപ്പായിരിക്കും ഇത്. താങ്ക് യു. പിന്നെയും ടൂറിനെ പറ്റി സംസാരിക്കാൻ നമ്മുടെ സ്വന്തം പ്രസാദ് സാറിനെ ക്ഷണിച്ചുകൊള്ളു. ടൂർ എന്ന് പറയുന്നത് നമുക്ക് കുട്ടികളെ കൂടുതലായിട്ട് അടുത്തറിയാൻ പറ്റുന്ന ഒരു മുഹൂർത്തമാണ്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് ടൂറിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും അല്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് എടുത്തത് തുഷാർ ടീച്ചറാണ്. ഞാൻ ആക്ച്വലി വെറുതെ ഇങ്ങനെ ട്രാവൽ ചെയ്യുക മാത്രമേ ചെയ്തുള്ളൂ. ബാക്കി എഫേർട്ട് മൊത്തം ടീച്ചറിൻ്റെതായിരുന്നു. പിന്നെ അസ്കറും ടീമും ഒരു ദിവസം ഡിപ്പാർട്ട്മെൻറ്റ് വന്നായിരുന്നു. വന്നിട്ട് നമ്മളോടത്ത് സാർ വരണം എന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ എനിക്ക് വേറെ ചിന്തിക്കേണ്ടി വരില്ല. കാരണം അസ്കറുമായിട്ടൊക്കെ ഞാൻ മുന്നേ ടൂർ പോയിട്ടുണ്ട്. ഇതേ പാക്കേജ് സെയിം പാക്കേജ് മുന്നേ നമ്മൾ പോയിട്ടുണ്ട്. അസ്കർ, വിഷ്ണു, ഫാത്തിമ, അപർണ ഈ ടീം അന്ന് അവർ UG ആയിരുന്ന സമയത്ത് പോയിട്ടുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ PG എനിക്ക് പഠിപ്പിക്കാനുള്ളത് ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ എനിക്കറിയാം വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ള കുട്ടികളല്ല. അപ്പോൾ പിന്നെ നമുക്ക് വേറെ ചിന്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. ഉടനെ ഞാൻ എഗ്രി ചെയ്തു. പിന്നെ ഞാൻ അടുത്ത തുഷാർ ടീച്ചറോട് സൂചിപ്പിച്ചു, ടീച്ചറെ കുട്ടികൾ ഇതുപോലെ ഒന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ട്, ഞാൻ സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. അതായിരുന്നു ഒരു തുടക്കം. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ പാക്കേജിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ടൂർ ഏറ്റവും കൂടുതൽ സന്തോഷകരം ആകണമെങ്കിൽ മെയിനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് ട്രാൻസ്പോർട്ടേഷൻ, ഫുഡ്, അക്കോമഡേഷൻ. അപ്പോൾ സേഫായിരുന്നു, നമ്മുടെ ജേണി സേഫാണ്. 2 പേരും അനീഷും അതിലും എനിക്ക് പ്രായം കൊണ്ട് എന്നെ കേട്ട് വിളയതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനങ്ങനെ പേര് പറയുന്നതേ ഉള്ളൂ, അല്ലാതെ റെസ്പെക്റ്റ് കുറച്ചിട്ടല്ല പേരില്. അപ്പോൾ അവരുടെ ആ ഒരു വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഇടപെടലും വളരെ സേഫായിട്ട് നമ്മുടെ ഓരോ സ്ഥലങ്ങളിലും കൊണ്ട് എത്തിക്കുന്നതിലുള്ള അവർ കാണിക്കുന്ന ആ ഒരു എഫേർട്ട് നമ്മൾ അംഗീകരിച്ചേ മതിയാവും. അടുത്ത് നമ്മൾ പറയുന്ന ഫുഡാണ്.
നമ്മൾ ടൂറിൻ്റെ ഏറ്റവും വലിയ സക്സസ് എന്ന ഫുഡാണ്. അതായത് ഫുഡിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായി കഴിഞ്ഞാൽ ഞാൻ ആദ്യം സർവീസ് കയറുന്ന സമയത്ത് ഒരു ടൂർ പോയായിരുന്നു. നമ്മൾ ഫുഡ് കഴിച്ച് വണ്ടി കയറുമ്പോൾ നമ്മൾ വൈകിട്ട് എന്തോ ഒരു ഗുളു സൗണ്ട്, നമുക്ക് ഇരിക്കാനും പറ്റില്ല. അതായത് ഇതുവരെ ഗട്ടറൊക്കെ കഴിയുമ്പോഴത്തേക്ക് നമുക്ക് നിൽക്കണോ എന്നൊക്കെ ഒരു തോന്നലായിരുന്നു. പക്ഷേ അങ്ങനെ UG അസ്കറിൻ്റെയൊക്കെ UG ടീമിൽ ഈ പാക്കേജിൽ പോയപ്പോഴും അങ്ങനെ വിഷയം ഉണ്ടായില്ല. ഇപ്പോഴും നമുക്കുണ്ടായില്ല. അതായത് ഫുഡിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അത് കുട്ടികളുടെ ഹെൽത്തിനെ സ്വാധീനിക്കുന്നതാണ്. കാരണം അത് ടൂർ എൻജോയ് ചെയ്യുന്നതിന് മേജറായിട്ടൊരു ഫാക്ടറാണ്. അടുത്ത് നമ്മൾ പറയുന്ന അക്കോമഡേഷനാണ്. മറ്റ് പാക്കേജുകളിലൂടെ പോയിട്ടുള്ളപ്പോൾ എനിക്കറിയാം, നമ്മൾ അവരെ ഏതെങ്കിലും പൊളിക്കാറായ ഹോട്ടലിലൊക്കെയാണ് കൊണ്ട് കയറ്റുന്നത്. അതിനകത്ത് ചന്ദനതിരിയൊക്കെ കത്തിച്ച് വെച്ചാൽ മാത്രമേ നമുക്ക് നൈറ്റ് സ്പെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ വല്ലാതെ വളരെ ബാഡായിട്ടുള്ള, അതിനകത്ത് ഫ്ലഷ് വർക്ക് ചെയ്യത്തില്ല, ഷവർ വർക്ക് ചെയ്യത്തില്ല, വെള്ളം കാണത്തില്ല, ഇങ്ങനെയൊക്കെ ഒരു കണ്ടീഷനാണ്. പക്ഷെ നമ്മൾ ഈ പാക്കേജിൽ നമ്മൾ പോകുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ല. വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത്. അടുത്ത് പറയേണ്ടത് നമ്മുടെ കുട്ടികളെ പറ്റിയാണ്. കുട്ടികളെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് അവർക്ക് മോശമായിട്ടുള്ള ഒരു ക്യാരക്ടർ ഒന്നും ഉള്ള കുട്ടികളല്ല. അതായത് അവർക്ക് നല്ല എന്താ പറയുക, നമ്മളോടുള്ള പെരുമാറ്റം അല്ലെങ്കിൽ ബിഹേവിയർ, അവർ ആ റെസ്പെക്റ്റ് തരേണ്ടടുത്ത് അത് തന്നുകൊണ്ട് തന്നെ നമ്മളോടൊപ്പം ഫ്രണ്ട്ലി ആയിട്ട് ഇടപെടുന്നത്. അതായത് നമ്മൾ ചില വിദ്യാർത്ഥികൾക്ക് നമ്മൾ ഫ്രീഡം കൊടുക്കുമ്പോൾ ഒരു തലയിൽ കയറി ഇരിക്കും. അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് അവരെ ഒരു ലിമിറ്റ് എപ്പോഴും കീപ്പ് ചെയ്യും. അപ്പോൾ അത് മാത്രമല്ല, എല്ലാവരും എൻജോയ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഞാനും എൻജോയ് ചെയ്തു. അപ്പോൾ നമുക്ക് സേഫായിട്ട് കോളേജ് എത്തിച്ചേരാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓക്കെ. നമ്മുടെ ടീച്ചേഴ്സുമാരും പിള്ളേരെയും പറ്റി നല്ല അഭിപ്രായങ്ങൾ പറയാൻ വേണ്ടി നമ്മുടെ സ്വന്തം അതിലേട്ടെ ക്ഷണിച്ചുകൊള്ളുന്നു. അല്ല അങ്ങ് വാ, വണ്ടിയിൽ ബാക്കി വാ, നിങ്ങൾ പരസ്യമാവും. പോട്ട് ഡ്രൈവറിനെ വിളിക്കാൻ പറ്റില്ല, നിങ്ങളെ വിളിക്കാൻ പറ്റില്ല. ടൂറായിരുന്നു, നല്ല ഫുഡായിരുന്നു, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ജോലി ആയതുകൊണ്ട് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു പോകുന്നു. നമുക്ക് നമ്മളെ മാത്രമല്ല, നമ്മൾ ഇത് ചെയ്തു പോകുന്ന ഇതിനെക്കാട്ട് എഫേർട്ട് നമ്മുടെ ട്രാവൽസിന് അസ്കറിനൊക്കെ അറിയാം, ഷേതൊക്കെ ചെയ്യാൻ സാധിക്കും. അവരൊക്കെയാണ് മെയിനായിട്ട് എടുക്കുന്നത്. നമ്മളിത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് കൊണ്ടുപോകുന്നേ ഉള്ളൂ. അതൊക്കെ മറ്റുള്ള ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല അഭിപ്രായമായിട്ട് സന്തോഷമുണ്ട്. അടുത്തെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ കല്യാണമൊക്കെ കഴിഞ്ഞ് അങ്ങോട്ട് ട്രിപ്പായാലും എന്ത് ട്രിപ്പായാലും വിളിച്ചാൽ മതി. നമ്മൾ കറക്റ്റാ പക്ക വന്ന് ചെയ്ത് കേട്ടോ, പറഞ്ഞാൽ മതി. ഓക്കെ, താങ്ക് യു. പറയോ നിങ്ങളൊന്ന് കൈ ഇങ്ങനെ അടിച്ചൊന്ന് ഉഷാരാക്കുന്നില്ലടാ. നല്ലൊരു വീഡിയോ എടുക്കട്ടാ. എല്ലാവരും ഫ്രണ്ടിൽ നല്ലത് കാണാം, വീഡിയോ കാണാൻ പറ്റുന്നുണ്ട്. എല്ലാവരും വിജയമായി കണക്കാക്കുന്നു. ശരി. ഇതാണ് കാഞ്ഞിരംകുളം ജംഗ്ഷൻ. ഇപ്പോൾ സമയം 7:15. വാർത്തകൾ വായിക്കുന്നത് ക്യാമറമാൻ. അപ്പോൾ എല്ലാവരും എണീച്ച് സാധനങ്ങളൊക്കെ എടുക്കുന്നു. ഇത് കഴിഞ്ഞു ഒന്നുമില്ല, ഒരു ബാഗ് അവിടെ, ഒരു ബാഗ്, ഇത്രയും സാധനം നൂറയുടെ അമ്മ അവിടെ മമ്മി വീഡിയോ എടുക്കുന്നു. അത് തന്നെ ഇതുണ്ട് കേട്ടോ, സംഭവം ഉണ്ട്. അമ്മയും മോളും തിരിച്ചു വന്നു. എല്ലാവരും ഇറങ്ങി പോണം, ഞാനും പോണം. പോട്ടാ, ബൈ. ബൈ.
നമ്മൾ കൊണ്ടുപോയ സാധനങ്ങൾ ഇത് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഇത് ആവശ്യം വന്നു. പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ച ഇതാണ്. ഇത് എല്ലാം ഇത് പിന്നെ അങ്ങ് അറ്റം വന്നിട്ടോ എടുത്ത്. പിന്നെ ഇത് 120 വാട്ട്സിൻ്റെ ചാർജറാണ്. ഇതിൽ നമുക്കിതെല്ലാം പവർ ചെയ്യാൻ പറ്റും അറ്റ് എ ടൈമിൽ ഇത് വെച്ചിട്ട്. ഇത് PD ചാർജ് സപ്പോർട്ട് ചെയ്യുന്ന ഇത് USB പോർട്ട് പറഞ്ഞാണ്. അത് നമുക്ക് വേണമെങ്കിൽ സ്പ്ലിറ്റ് ആണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഇത് വെച്ച് സ്പ്ലിറ്റ് ചെയ്യാം. ഇത് ഹബ്ബാണ്, സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ അടുത്ത് പിന്നെ കേബിൾസ് കുറേ ഉണ്ട്. അത് എണ്ണം നോക്കിയിട്ട് ഇരുന്നെല്ലാം കൊണ്ടുപോയി. പിന്നെ ഇത് കൂളർ, പക്ഷെ അവിടെ വെച്ചിട്ട് ഫോൺ ചൂടായിട്ടുണ്ടായിരുന്നു. പക്ഷെ ഉപയോഗിക്കേണ്ടി വന്നില്ല, ഉപയോഗിച്ചില്ല. എന്നുവെച്ചാൽ എഡിറ്റ് ചെയ്യാൻ സമയം കിട്ടിയെങ്കിലേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അപ്പോഴല്ലേ ചൂടാവുന്നത്. എന്നാലും ചൂടായിട്ട് ഹീറ്റ് പോയെന്നുണ്ടായിരുന്നു. ആ സമയത്ത് പവർ ബാങ്ക് എടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ വീഡിയോ ഇട്ടായിരുന്നല്ലോ. പിന്നെ ഇതാണ് ഇതിൻ്റെ ഹാർട്ട്. ഇതിൻ്റെ അകത്താണ് ഇപ്പോൾ എല്ലാ സാധനവും ഉള്ളത്. ഇതാണ് ഹാർഡ് ഡിസ്ക്. ഓക്കെ, അങ്ങനെ. പിന്നെ ഇത് ഞാൻ എടുത്തു. പക്ഷേ ഇത് അവിടെ വെച്ച് പണി വന്നു. ഇത് പെട്ടെന്ന് സാധനം കയറില്ല. അതാണ് പിന്നെ എടുത്തത്. ഇത് 500 GB, ഇത് 128 GB. അങ്ങനെ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഇതിൽ താങ്ങി. ഏകദേശം 100 GB സാധനം ഉണ്ട്. നമ്മൾ ഇന്ന് എടുത്ത വീഡിയോസ് എല്ലാം കൂടി ഇതും കൂടി ചേർത്തപ്പോൾ എത്ര അറിഞ്ഞൂടാ. അപ്പോൾ ഇതിൽ എല്ലാം കയറ്റി എന്തായാലും ഇതിൽ ആയില്ല. അതുകൊണ്ട് അത് പോയി കേസാണ്. അങ്ങനെ അപ്പോൾ ഇത്രയാണ് നമ്മളെ സംഭവം സെറ്റപ്പ്. അപ്പോൾ ഇനി ലാപ്പ് നോക്കണ്ട. ലാപ്പ് ഇപ്പം ഫയൽ ട്രാൻസ്ഫറിന് വേണ്ടി മാത്രം ലാപ്പ്. അപ്പോൾ ഇത്രയാണ് ഉള്ള കാര്യങ്ങൾ. സ്പെക്ക് ലൈക്ക് ഗാഡ്ജറ്റ്സിനെ കൊണ്ടുപോയത് മാത്രം, വീഡിയോയ്ക്ക് വേണ്ടി മാത്രം കൊണ്ടുപോയത്.